സയൻസ് ലാബ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ തന്നെ റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം നടത്തിക്കൊണ്ട് നമ്മൾ സയൻസ് ലാബ് കണ്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഓഡിറ്റോറിയത്തിലേക്ക് പോകാം. അത് കട്ട് ചെയ്യാൻ My phone number is 2255. Mantap lah. Mama Dure, Anna Kodi, Mama Dini, Anna Reddy, Marja Metu, Anna Kodi, Mama Dini Mala Chitrikati, Mama Dure, Anna Kodi, Mama Dini, Anna Reddy, Marja Metu, Anna Kodi, Mama Dini Mala Chitrikati.
before you today to talk about something that connects us all. Nature, our beautiful planet with its vast oceans, towering mountains, and its forests provide us with everything we need to thrive. Yet, it is under threat and it's our responsibility to protect it. Imagine a tree, a symbol of life and sustainability. അങ്ങനെയുള്ളവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. കുട്ടന്റെ വിഷമങ്ങൾക്ക് അവന്റെ അമ്മ അവന് സർക്കാർ സ്കൂളിൽ ചേർന്നു. കുട്ടൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ എല്ലാ കുട്ടികൾക്കും പുതിയ ബാഗ്, പുതിയ ചെരുപ്പുകൾ. ഇത് കണ്ട് കുട്ടന്റെ അമ്മയ്ക്ക് അവന്റെ മുഖത്തെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്നു പേരുള്ള ഒരു കൂട്ടുകാരനെ കിട്ടി. അവൻ വലിയ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓരമേലാണോ അതോ ഓടുമേലാണോ? ബാബു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോടെ, മാളികപ്പുറമുള്ള വീട്? ബാബു, നീ അങ്ങനെയുള്ള വീടൊന്നും കണ്ടിട്ടില്ലേ? എന്നാൽ നിന്നെ ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ദിവസം കുട്ടൻ ബാബുവിനെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടതും കുട്ടൻ ഞെട്ടിപ്പോയി. കൊട്ടാരം പോലെയുള്ള വീട്. ബാബു അതിൽ തുറന്നതും ബൗ 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 കുട്ടൻ പേടിച്ചു പോയി. കുട്ടൻ നോക്കിയപ്പോൾ അതുപോലെയുള്ള മറ്റൊരു വീട്. അതിനുള്ളിൽ വലിയ പട്ടിക്കുട്ടിയുടെ മുമ്പിൽ എന്താണെന്നോ? വലിയ പാത്രം, അതിൽ നിറയെ ഭക്ഷണം. കുട്ടന്റെ വായിൽ വെള്ളം കൂടി. അന്ന് അവിടെ വെച്ച് ടീച്ചർ എല്ലാ കുട്ടികളുമായി ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് ഭാവിയിൽ ആരാവാനാണ് ആഗ്രഹം? ഇത് കേട്ടതും കുട്ടൻ ഉറക്കെ ഉമ്മീറ്റ് പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ചിരി അധികം നേരം ഉണ്ടായില്ല. കുട്ടന്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരോടെ കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കുട്ടൻ പഠിച്ചു ഇറങ്ങിയെത്തി. ഇതുപോലെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പഠിച്ചുയരങ്ങളിൽ എത്താൻ കഴിയൂ.